ഹലോ അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എനിക്കറിയാം ഇൻഷാ അള്ളാ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതുവരെ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഒരു വീക്ക് ഇൻ മൈ ലൈഫ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ. പ്രോപ്പറായിട്ടുള്ളൊരു വീക്ക് ഇൻ മൈ ലൈഫ് അല്ലെങ്കിലും എൻ്റെ കുറച്ച് ദിവസത്തെ കുറച്ച് ഡേയ്സത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇത് 12th സെപ്റ്റംബറിലത്തെ അന്നത്തെ ഒരു ഡേയുടെ കാര്യങ്ങളാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. ഭയങ്കര സംഭവം അങ്ങനെയൊന്നുമില്ല. വെറുതെ ഈസി ആയിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അതുണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാസ്തയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പാസ്തയായിരുന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാനന്ന് വീഡിയോ എടുത്തത് ഈവനിങ് ആണ്. ഈവനിങ് ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സിറ്റി മോളിലോട്ട് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങി. അപ്പോൾ അതാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത്യാവശ്യം നല്ല ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ ബസ് വരാൻ. അങ്ങനെ പിന്നെ ഫൈനലി ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറി. അതുപോലെ ഈ സ്കൈ നിങ്ങൾ ശ്രദ്ധിച്ചു, എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ചില സമയത്ത് ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. അപ്പോൾ ഞാൻ അതിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാട്ടോ. ബസ് വരാൻ നമ്മൾ നല്ല ഡിലേ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം കാത്തിരുന്നെന്ന് ഓൾറെഡി പറയുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ ബസ് കയറിയതിന് ശേഷം അതിനേക്കാളും ഡിലേ ആയിരുന്നു. ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര എന്താ പറയുക, പതിയെ ലേറ്റായിട്ടാണ് കേട്ടോ അവിടെ എത്തിയത്. ആൻഡ് വേറൊരു കാര്യം ഞാൻ പറയാം, എൻ്റെ സൗണ്ട് ഒന്ന് പോയിരിക്കുവാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതാട്ടോ ഒരു വേരിയേഷൻ ഉള്ളത് സൗണ്ടിൽ. ഈ സിറ്റി മോള് വശപ്ശവല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഭയങ്കര ദൂരമൊന്നുമില്ല, എങ്കിലും കുറച്ച് നേരത്തെ ഇതുണ്ട്. പക്ഷേ ബ്ലോക്കും കാര്യങ്ങളും കാരണമാണ് ഭയങ്കര ഡിലേ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ ഫൈനലി സിറ്റി മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ മോളിനെ പറ്റി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് 10 മണി വരെ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. 10 മണിയാകുമ്പോൾ ക്ലോസ് ആവും. സോ നമുക്കിത് ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നേരത്തെ പോയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മോളിനുള്ളിൽ കയറി ആസ് യൂഷ്വൽ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി കുറേ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ കുറേ കയറിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് പുറമേ നിന്ന് നോക്കി നടന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലെത്തി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് സാറയാട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സാറയിലോട്ട് കയറാം എന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കയറിയത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് സാര എക്സ്പെൻസീവ് ആണെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ ഒരാവശ്യമില്ലെങ്കിലും വെറുതെ കയറിയിട്ട് ജസ്റ്റ് റേറ്റൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് അത് തിരിച്ചിറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കറങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയ സ്പീഡിൽ തന്നെ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാരയിൽ നിന്നിറങ്ങി. ഇത് നമ്മുടെ അടുത്ത ലക്ഷ്യം H&M ആണ്. H&Mൽ കയറി. അത് കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആണ്, കുറച്ചും കൂടെ റേറ്റ് കുറവുണ്ട്. പക്ഷേങ്കിലും ഭയങ്കര അഫോർഡബിൾ ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് എല്ലാത്തിനും. നമ്മൾ അവിടെ കുറേ നേരം ഇങ്ങനെ നോക്കി കറങ്ങി. ഇത് നേരത്തെ പോലെ തന്നെ എല്ലാത്തിൻ്റെ റേറ്റ് ഇങ്ങനെ നോക്കിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പ് ഉണ്ടോ, ഇതിന് ഇവിടുത്തെ 65 ലാറിയാണ് വരുന്നത്. അതായത് INR കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 2550, അതായത് 2150 ആ ഒരു റേഞ്ചിന് വരും. ഈ ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാത്തിനും ഈ ഒരു റേഞ്ചാട്ടോ വരുന്നത്.
ഈ ടോപ്പിനാണെങ്കിൽ 77 ലാറി, അതായത് അറൗണ്ട് 2500 സംതിങ് രൂപ, ആ ഒരു റേഞ്ച് വരും. പിന്നെ ഇതവിടുത്തെ മെൻസ് കളക്ഷനാണ്. ഇതിനും ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്, ഒരു 65, 49 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും. പിന്നെ അത്യാവശ്യം വിൻ്റർ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ജാക്കറ്റിൻ്റെ ഒക്കെ റേറ്റ് ഒരു 105 ജെൽ, അതായത് ഒരു 3500 രൂപ ആ ഒരു റേഞ്ചിന് വരും. പിന്നെ നമ്മൾ ഈ ആക്സസറീസിൻ്റെ അവിടോട്ട് പോയി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹെയർ ബാൻഡ്സ് ആയാലും ഇയർ റിങ്സ് ആയാലും ചെയിൻസ് ആയാലും റിങ്സ് ആയാലും എല്ലാത്തിൻ്റെയും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കുറേ നേരം. ഈ ഇയർ റിങ്സിൻ്റെ സെറ്റ് ഉണ്ട്, ഇതിന് ഒരു 40 ജെല്ലായിരുന്നു. പിന്നെ ആ ചെയിൻ ഉണ്ടല്ലോ, മാല, അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഒരു 20 ജെൽ ആ ഒരു റേഞ്ചായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ നോക്കി കുറേ നേരം നിന്ന ശേഷം നമ്മൾ വീണ്ടും ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് തന്നെ പോയിട്ടോ. അവിടെ പിന്നെ നമ്മൾ മെൻസിൻ്റെ സെക്ഷനിൽ കുറേ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു 49, 32 റേഞ്ചിനുള്ളതാട്ടോ ഈ ഒരു ടീഷർട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നിന്നതാണ്. 49 ആ ഒരു റേഞ്ചാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് H&Mലാണെന്ന്. കാരണം കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ അടുത്ത ഷോപ്പ് കണ്ടു. അങ്ങനെ അത് ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ഈ സ്ട്രാഡിവേരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിലായിട്ടോ അടുത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എന്താ പറയുക, എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പോലും ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല, കയറി അപ്പം തന്നെ തിരിച്ചിറങ്ങി. സോ അടുത്ത് നമ്മൾ കയറിയതാണ് ഒയ്ഷോ. ഈ ഷോപ്പ് കയറി. ഇവിടെയും അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ, നമ്മൾ കയറി ഇറങ്ങി, അത്ര തന്നെ ഉള്ളൂ. ഇത് തന്നെ പണി, കയറി ഇറങ്ങുക. നെക്സ്റ്റ് നമ്മൾ കോലിൻസ് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിൽ കയറി. ഇവിടെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആട്ടോ, എല്ലാത്തിനും ഭയങ്കര അഫോർഡബിളാണ്. അതുപോലെ സൂപ്പർ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജാക്കറ്റ് ആയാലും എല്ലാത്തിനും അത്യാവശ്യം നല്ല അഫോർഡബിളാണ് കേട്ടോ റേറ്റ് വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ നമ്മൾ ന്യൂയോർക്കർ കണ്ടു. അങ്ങനെ അവിടേക്കും കയറി. നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയാണോ പണി എന്നുള്ളത്. ഇതാട്ടോ ലാസ്റ്റ് കയറിയ ഷോപ്പ്. ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഷോപ്പ് ഒരുവിധം, മോൾ ഒരുവിധം ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അധികം കറങ്ങിയിട്ടില്ല, അവിടെ നിന്ന് തന്നെ അങ്ങ് ഇറങ്ങി. ഇവിടെ പിന്നെ അത്യാവശ്യം അഫോർഡബിൾ ആണല്ലോ എല്ലാത്തിൻ്റെയും റേറ്റ്. ആ ഒരു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ തേർഡ് ഫ്ലോറിലോട്ട് പോയി. അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിക്ക് പോയതാണ്. പക്ഷേ ഓൾറെഡി ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് നടന്നിട്ട് ഇറങ്ങാമെന്നുള്ള രീതിക്ക് പോയതായിട്ട്. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഗെയിംസിൻ്റെയൊക്കെ ആ ഒരു സെക്ഷൻ വരുന്നത് ഇവിടെ കേട്ടോ. കിഡ്സിൻ്റെ ഗെയിംസിൻ്റെ ഏരിയ അതൊക്കെ വരുന്നത് ഈ ഫ്ലോറിലാണ്.
പിന്നെ ഫുഡിനായിട്ട് അവിടെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും ഔട്ട്ലെറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. KFC, McD, വെൻഡീസ് ഉണ്ട്, ഡങ്കിൻ ഉണ്ട്, ബർഗർ കിങ്, അങ്ങനെ എല്ലാത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നൊന്നും കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നിന്ന് വീണ്ടും ഡിലേ ആക്കണ്ട എന്നുള്ള രീതിയിൽ അവിടെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് നടന്നിട്ട് നമ്മൾ തിരിച്ച് താഴത്തേക്ക് പോയി. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ സിറ്റി മോളിൻ്റെ കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയുന്നുണ്ടാവും. കാരണം നമ്മൾ മുമ്പ് ഒരിക്കൽ ഇവിടെ വന്നിട്ട് നമുക്കന്ന് ടൈം അറിയാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ആ ഒരു 10 മണിയുടെ ടൈമിൽ നമ്മൾ ഇങ്ങോട്ട് എൻട്രി നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വന്ന പോലെ തിരിച്ചു പോയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇന്നാണ് സിറ്റി മോളിൽ കയറിയത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ലക്ഷ്യം ഫുഡ് കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. നമുക്ക് മെഡിക്കലിലാണ് പോകാനുള്ളത്. സോ നമ്മൾ ബസ് കയറിയിട്ട് റോയൽ കിച്ചണിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ എത്തി. അങ്ങനെ മെനു കാർഡൊക്കെ കാര്യമായിട്ട് നോക്കിയ ശേഷം ഞങ്ങൾ ചിക്കൻ 65 ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത്. നമ്മൾ മുന്നേ ഇവിടെ നിന്ന് മറ്റേ കാന്താരി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ 65 ബിരിയാണി കഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെ അത് ഓർഡർ ചെയ്തു. അങ്ങനെ അതിനിടയ്ക്ക് നമ്മളൊരു സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ 65 ബിരിയാണി വന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ പിന്നീട് മെട്രോയിലാട്ടോ പോയത്. മെട്രോ കയറി ടെക്നിക്കലെത്തി. അവിടെ നിന്ന് നടന്ന് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. ഇത്രയൊക്കെയാണ് അന്നത്തെ ദിവസത്തെ എന്താ പറയുക വിശേഷങ്ങളും സംഭവങ്ങളും ഒക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇത് അടുത്തൊരു ദിവസത്തെ ഇതാട്ടോ. അപ്പം ഇന്ന് ഞാൻ രാത്രി ഒരാളെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ആളാരാന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, നിങ്ങളൊക്കെ ആളുടെ വീഡിയോസ് കാണുന്നുണ്ടാവും. ഇതാണ് ഇത്താടെ പേജ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അപ്പോൾ ഇത്ത ജോർജിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത്താനെ കാണാനായിട്ട് ഞാനിന്ന് മർജാനിഷ്വിലിയിൽ പോകുന്നതാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്താനൊക്കെ കണ്ടു, കുറച്ച് നേരം അവരടുത്തൊക്കെ സംസാരിച്ചു, കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം മെയിനായിട്ട് അതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അവരൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നെ അടുത്ത മെട്രോ കയറി തിരിച്ച് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. പിന്നെ ഇത് നെക്സ്റ്റ് ഡേയിലെത്താം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് ഡങ്കിനിൽ പോകാൻ ഇതാക്കിയിട്ട് അങ്ങനെ നമ്മൾ നേരെ ഡങ്കിനിലോട്ട് പോയതാണ്. അവിടുത്തെ ഡോണറ്റ്സ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതൊന്ന് കഴിച്ച് നോക്കാം എന്നുള്ള രീതിക്ക് അവിടെ ചെന്നതാണ്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തു, ഡോണറ്റ്സൊക്കെ ഓർഡർ ചെയ്തിട്ട് നേരെ മുകളിലേക്ക് പോയി അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ എന്നുള്ള രീതിക്ക് അങ്ങനെ അവിടെ ചെന്നു. ഡോണറ്റ്സൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാക്കി ആ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് കഴിച്ചു. നമ്മൾ ന്യൂട്ടെല്ല, പിന്നെ ഒരു നോർമൽ ഡോണറ്റ്സ്, പിന്നെ ഒരു ബനാന, അങ്ങനത്തെ 3 ഫ്ലേവേഴ്സ് ആട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ ഡോണറ്റ്സൊക്കെ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് വൈസ് ബനാനയും ന്യൂട്ടെല്ലയും സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ. ബനാനയും സൂപ്പറായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഐസ്ക്രീമും കഴിച്ചു. അപ്പോൾ ഇത്രയും മധുരം കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇതായി. അങ്ങനെ അതിൻ്റെ ഹാങ് ഓവർ മാറാനായിട്ട് അടുത്ത് ഫ്രൈസും വിങ്സും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഒക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെയാണ് അന്നത്തെ വിശേഷം. ഞാൻ ഓരോ ദിവസത്തെ സ്പെഷ്യലായിട്ട് എന്തൊക്കെയുണ്ട് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഡേ ഒരു കോൾഡ് കോഫിയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് കോഫി കുടിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മിക്ക ദിവസവും എനിക്ക് കോൾഡ് കോഫി വേണം, അത്ര ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ അന്നത്തെ ഞാൻ വീഡിയോ എടുത്തത് ഈവനിങ് ആട്ടോ. ഈവനിങ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്പെഷ്യലായിട്ടൊരു ഡേയിൽ എന്തുണ്ടാവും അതാണ് ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഈവനിങ് നമ്മൾ റെഡിയായി പുറത്ത് പോവാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പോൾ തണുപ്പ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടായിട്ട് ഇറങ്ങിയത്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നല്ല തണുത്ത കാറ്റും കൂടി ഉണ്ടാവും. സോ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പോകുന്നത് റുസ്താവലിയിലാണ്. റുസ്താവലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട് ഇവിടെ. അവിടെ കുറേ ഷോപ്സും കാര്യങ്ങളും അങ്ങനെ കുറേ ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ മെട്രോ കയറി റുസ്താവലിയിൽ പോവാണ്. അപ്പോൾ നമ്മളിതാ ഫൈനലി റുസ്താവലിയിലെത്തി. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഒരു ഷോപ്പ് അന്വേഷിച്ചാട്ടോ വന്നത്. ഇവിടെ നമുക്കിങ്ങനെ അഫോർഡബിളായിട്ട്, ഭയങ്കര റേറ്റ് അഫോർഡബിളായിട്ട് ഡ്രസ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പ് അന്വേഷിച്ചാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ഇതിപ്പോൾ റുസ്താവലി മെട്രോ സ്റ്റേഷനാണല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ ഇട്ട് ആ ഷോപ്പിലേക്കാണ് നമ്മൾ നടന്നത്. അതുപോലെ റുസ്താവലിയിൽ കാണാൻ തന്നെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോക്കി വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പതിയെ പതിയെ നടക്കുവാണ്. ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 4 to 5 minute വാക്ക് ഉണ്ട് നമ്മളെ ഷോപ്പിലേക്ക്. അപ്പോൾ അവിടെ ഞാൻ പറയില്ല, അഫോർഡബിളായിട്ട് നമുക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അത് ചില ഡേയ്സിൽ അവർ ഭയങ്കരമായിട്ട് ഓഫർ ഇടും കേട്ടോ. ഇപ്പം 6 ജെല്ല് 2 ജെല്ല് ഏത് സാധനം എടുത്താലും 6 ജെല്ല് 2 ജെല്ല് അങ്ങനത്തെ ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് കേട്ടു. സോ നമ്മൾ അതന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത്. ഇവിടെ പിന്നെ മെയിൻലി കുറേ കഫേസും തിയേറ്റേഴ്സും ഗവൺമെൻറ് ബിൽഡിങ്സ്, ഷോപ്സ്, അങ്ങനത്തെ ഒരുപാട് മ്യൂസിയം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ആ ബിൽഡിങ്സിൻ്റെ ഫ്രണ്ടിൽ അവരിങ്ങനെ കുറേ ഡ്രോയിങ്സും കുറേ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ മെയിൻലി ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് അവരുടെ അടുത്ത് നിന്ന് മേടിക്കുന്നുണ്ടായിരിക്കാം. നമ്മളതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോയിട്ടോ. കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈവനിങ് പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എന്താ ഈ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല കുറേ ഷോപ്സും കാര്യങ്ങളും. ഇപ്പം ഡ്രസ്സിൻ്റെതായാലും കുറേ ഷോപ്സ് ഉണ്ട്, കഫേസ് ഒരുപാടുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ ഫൈനലി ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഹ്യൂമാന എന്നാട്ടോ ഷോപ്പിൻ്റെ പേര്. അങ്ങനെ നമ്മളവിടെ കയറി. നമ്മൾ പോയ ആ ഡേ എന്തെടുത്താലും 6 ജെൽ, ഏത് ഡ്രസ്സ് എടുത്താലും 6 ജെൽ, അതായിരുന്നു അവിടുത്തെ ഓഫർ. അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കി തന്നെ എടുക്കണം. കാരണം കുറേ ഡ്രസ്സ് അപ്പം ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സും ഉണ്ട്. സോ നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട് ഏതാണെന്നുള്ള നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമായിരിക്കും. അങ്ങനെ നമ്മൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ കുറേ നേരം നോക്കി, കുറേ ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി. അങ്ങനെ ഫൈനലി നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു വരാനായിട്ട് നമ്മൾ ബസ്സിൽ വരാമെന്ന് ഫസ്റ്റ് കരുതിയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു മെട്രോയിൽ പോകാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ നടന്ന് തിരിച്ച് മെട്രോ സ്റ്റേഷനിലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് നമ്മൾ മെട്രോ കയറിയിട്ടാണ് തിരിച്ച് ടെക്നിക്കലിൽ എത്തിയത്. അങ്ങനെ ടെക്നിക്കലെത്തി. ഇപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഒരു ചായയും കോഫിയൊക്കെ കുടിച്ചു അവിടെ ഇരുന്നിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കോഫിയൊക്കെ കുടിച്ചിരുന്നു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് അടുത്ത പെട്ടെന്നുള്ള തീരുമാനം വന്നത് വെൻഡീസിലോട്ട് പോകാമെന്ന്. അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഫ്രൈസും റാപ്പും കോളയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. നമ്മൾ ഇതിൻ്റെ നേരെ തിരിച്ച് അപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ ഒരിടത്തും അങ്ങനെ കാര്യമായിട്ട് പോകുന്നില്ല. ഒരു കാമായിട്ടുള്ളൊരു ഡേ ആട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈവനിങ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നു. പിന്നെ നമുക്ക് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുറേ ബോക്സസ് വെച്ചിട്ടുണ്ടാവും പല പല സ്ഥലങ്ങളിലായിട്ട്. സോ അവിടെ കൊണ്ടുവന്നിട്ടാട്ടോ നമ്മളിങ്ങനെ വേസ്റ്റ് കളയുന്നത്. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കാരിഫോർ കയറി. കാരിഫോർ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് താഴെയാട്ടോ, നമ്മുടെ സെയിം ബിൽഡിങ്ങാണ്, താഴത്താണ് കാരിഫോർ വരുന്നത്. സോ അവിടെ കയറി. അങ്ങനെ പിന്നെ വേണ്ട ഐറ്റംസൊക്കെ എടുത്തു. വളരെ കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ബില്ല് ചെയ്തിട്ട് നേരെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോയി.
അങ്ങനെ പിന്നെ നമ്മൾ റൂമിലെത്തിയിട്ട് എന്താ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് നേരം അങ്ങനെയൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ ഇട്ട് നിന്നിട്ട് പിന്നെ നമുക്ക് ഫ്രീ ആണല്ലോ, സോ ഫ്രീ ടൈം നമ്മളിങ്ങനെ കുറച്ച് യൂട്യൂബ് ഡ്രാമയൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ തൊട്ട് ഈവനിങ് വരെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലി പോകുന്ന പോലെ തന്നെ പോയി. ഈവനിങ് ആയപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ പുറത്ത് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാട്ടോ. ആൻഡ് ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരു സെൽഫ് ഡേ ഔട്ട് അല്ലെങ്കിൽ ഒരു സോളോ ഡേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോയി ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് ഒരു ക്ലോക്ക് ടവർ ഉണ്ട് ഇവിടെ ടിബിലിസിയിൽ. അത് നമ്മുടെ ലിബർട്ടിയുടെയൊക്കെ അടുത്തായിട്ട് വരും. സോ അത് കാണാനാണ് ഇന്ന് ഞാൻ പോകുന്നത്. നമ്മൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, സോ ഇന്ന് ഒറ്റയ്ക്ക് പോയി അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഫൈനലി നമ്മളിതാ നമ്മുടെ സ്റ്റോപ്പിലെത്തി. ഇവിടെ നിന്ന് നമുക്കിനി ഒരു 5 to 7 മിനിറ്റ്സ് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഗൂഗിളിൽ ലൊക്കേഷൻ ഇട്ടിട്ടാട്ടോ നടന്നിട്ടുണ്ടായിരുന്നു. സംഭവം എനിക്ക് വഴി അറിയില്ല, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ നോക്കി നടന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ക്ലോക്ക് ടവറിൻ്റെ അടുത്തെത്താറായി. ഈ വഴി ഉണ്ടോ, ഈ റൈഡിലേക്കുള്ള വഴി, അതിലൂടെ സ്ട്രെയിറ്റ് നടന്നാൽ നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ താഴത്തെത്താൻ പറ്റും. സോ പക്ഷേ ഈ ഇവിടെയുള്ള ബിൽഡിങ്സും ആ ഒരു വഴിയെ കാണാൻ ഭയങ്കര അടിപൊളിയായിട്ട്, ആ ബിൽഡിങ്സും കാര്യങ്ങളും. അവിടെ കുറേ കഫേസും ഹോട്ടൽസും ആണ്, പക്ഷെ നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞാൻ നടന്നു ചെന്നപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ താഴെ ഭയങ്കര ആൾക്കൂട്ടം.
ആൾക്കാരൊക്കെ ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കണു എല്ലാവരും. സോ ഞാനും ഓടിച്ചെന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് സംഭവം ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ ക്ലോക്കിലെ ടൈം ചേഞ്ച് ആകുമ്പം ഇവിടെ ഒരു പപ്പറ്റ് ഷോ ഉണ്ടാവും ഈ ടവറിൽ. സോ അത് കാണാനാണ് അവിടെ അത്രയും ആൾക്കാർ നിന്നത്. സോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് എടുത്തിട്ടുണ്ട്. സംഭവം ഞാൻ ലേറ്റായിട്ട് വന്നുകൊണ്ട് തന്നെ എനിക്ക് സൈഡ് വ്യൂ മാത്രമേ കിട്ടിയുള്ളൂ. കാരണം അവിടെ ഫുൾ ആൾക്കാരായിരുന്നു. അപ്പം ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് നിന്നുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. എന്ന് വെച്ചാൽ ക്ലോസ് ആയിട്ട് എന്തൊക്കെയുള്ളതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അവിടെ കുറേ ആൾക്കാർ വന്ന് എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. സംഭവം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവർ നോക്കുന്നുണ്ട്, അപ്പം ഞാനും കൂടെ നിന്ന് നോക്കി. എന്തോ കാര്യമായിട്ട് ആൾക്കാർക്ക് ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് പ്രഥമ ദൃഷ്ടിയിൽ മനസ്സിലായില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു കോമ്പസ് ഉണ്ട്. സോ അത് നോക്കാനാണ് ഇവരിങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കുന്നത്. ഈ ഡയറക്ഷൻസൊക്കെ എന്തോ കാണിക്കാനായിട്ട്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. Это еще не все, смотрите, тут указана масса Земли. Вы замечали? Масса Земли указана. Нет. Вот, написано по-русски «Весь Земли». Да. Масса указана правильно Земли, но турист не понимает, для чего это здесь. И не поймет, потому что главное ниже на грузинском. Это юмор к массе Земли. Тут написано «Подпрыгни» и узнаешь, сколько Земля весила до тебя, до твоего рождения. Это самые маленькие башенные часы в мире, которые работают. Вы заметили часики? Вы часики заметили тут? Они... എല്ലാം മനസ്സിലായല്ലോ അല്ലേ? എനിക്കും എല്ലാം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് മാറിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് നിന്നു.
അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന കഫേ ആട്ടോ ഇത്. അടിപൊളിയാണ്. കഫേയും തിയേറ്ററും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയാമോ ബിൽഡിംഗ് ഒക്കെ കാണാനായിട്ട്. സൂപ്പറാണ്. ഈ നമ്മൾ എസ്തറ്റിക് വൈബ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് ഫുള്ളി വരുന്നത് അവിടെ. അപ്പോൾ അങ്ങോട്ടൊക്കെ കുറേ കഫേസും കാര്യങ്ങളൊക്കെ ഇനിയും ഉള്ളിലോട്ട് ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ സ്റ്റൈലൊക്കെ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. പ്രത്യേകിച്ച് ആ ലൈറ്റും കൂടെയൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് കാണാൻ. ഇപ്പോൾ സമയം ഒരു 7:15 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഓരോ മണിക്കൂർ കൂടുമ്പോഴും പപ്പറ്റ് ഷോ ഉണ്ടാകുന്നു. ശരിക്കും ഞാൻ അതായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു തൊട്ടപ്പുറത്ത് നമുക്ക് ലിബർട്ടീൻ്റെ അവിടെ ഒരു മോളുണ്ട്, ലിബർട്ടി സ്ക്വയറിൻ്റെ അവിടെ മെട്രോയുടെ അടുത്തൊരു മോളുണ്ട്. സോ അവിടെ പോയിട്ട് കുറച്ച് നേരം നിന്നിട്ട് ഒരു 8 മണിയാകുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വന്ന് വീണ്ടും ആ പപ്പറ്റ് ഷോ ഫ്രണ്ടിൽ നിന്ന് കാണാം എന്നുള്ള വ്യാമോഹം എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നിൽക്കുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഞാനിപ്പം നമ്മുടെ മോളിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം സമയം ഒരു 45 മിനിറ്റ്സ് ഉണ്ട് 8 മണിയാവാൻ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങോട്ട് നടക്കുവാണ്, സമയം ഒരുപാടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ട്വിസ്റ്റ് അതല്ല, ഇവിടെ നിന്ന് ഞാൻ നടന്ന് മോളിലെത്തിയപ്പോൾ തന്നെ അറൗണ്ട് ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെ ദൂരമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് എത്തുന്നുള്ളത്, പക്ഷെ നല്ല ദൂരം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുക്കാനേ പറ്റിയില്ലായിരുന്നു. കയറിയപ്പോൾ തന്നെ ഞാൻ തിരിച്ചിറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ മോള്, ഗാലറിയ മോള്. ഇത് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്, മെട്രോ സ്റ്റേഷനോട് ആ ഒരു ഇതിൽ തന്നെ വരുന്നതാട്ടോ മോള്. നമ്മുടെ സിറ്റി മോളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയ മോളാണ്. കാണാനൊക്കെ ഒരുപാടുണ്ട്, വലുതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര വലിയ മോളാണ്. പക്ഷേ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നിപ്പോൾ കയറി ഈ എസ്കലേറ്റർ കയറി 2nd ഫ്ലോറിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് അടുത്ത ഇതിൽ കയറി താഴത്തോട്ട് വന്നു, നേരെ പുറത്തോട്ട് പോയി. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോയെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ടാട്ടോ വന്നത്. പക്ഷേ ഒന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വല്ല കാണാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല.
അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. ഒരു കാര്യമില്ലാതെ ഇവിടെ നിന്ന് വരെ നടന്നു വന്നു. എന്നിട്ട് അതുപോലെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഇത് ലിബർട്ടി സ്ക്വയർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഈ മോളിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ കുറേ കുഞ്ഞു കുഞ്ഞി കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ കുഞ്ഞു ടോയ്സ് സാധനങ്ങളൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ തിരിച്ച് നമ്മുടെ ക്ലോക്ക് ടവറിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ ഡയറക്റ്റ് ചിലയിടത്തൊക്കെ അങ്ങനെ ക്രോസ് ചെയ്യും. അതിന് പകരം നമുക്കിവിടെ കൂടുതൽ ഈ അണ്ടർവേ പാസേജ് ആട്ടോ ഉള്ളത്. സോ ഇതിലൂടെ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് എത്തുക. അല്ലെങ്കിൽ വേറെ സൈഡിലോട്ടൊക്കെ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൂടെയാണ് മെയിൻലി പോകുന്നത്. ഇതിവിടെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തായ കൂടി ഒരുപാട് ഷോപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. ഷോപ്സും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇഷ്ടം പോലെ ഇതിൻ്റെ താഴത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ ആയാലും ബാഗിൻ്റെ ആയാലും ഈവൻ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാത്തിൻ്റെയും ഷോപ്സ് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ അണ്ടർവേ പാസേജിൽ നിന്നും പുറത്തേക്ക് എത്തി. നമുക്ക് ജസ്റ്റ് ഇനി സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഷോപ്പിൽ ഇങ്ങനെ ചിമ്മിനി കേക്ക് കണ്ടത്. അപ്പം ഞാനിതൊരു ചിമ്മിനി കേക്ക് കഴിച്ചിട്ടില്ല. സോ ഞാനതൊന്ന് നോക്കാമെന്ന് കരുതിയിട്ട് കയറിയതാണ്. അപ്പോഴാണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കും, എവിടെ നിന്നില്ലാത്ത തിരക്കായിരുന്നു അവിടെ. സോ അത്രയും റഷ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടൈമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് നോക്കി തിരക്ക് കുറയുമെന്നുള്ളത്. ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ക്ലോക്ക് ടവറിൻ്റെ അടുത്തേക്ക് എത്തി. ഇനിയാണ് ഗൈസ് ട്വിസ്റ്റ്. ഞാനൊരു 7:52 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും അവിടെ എത്തി. അവിടെ ഒന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അവിടെ നമുക്ക് ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ 7:57 ആയപ്പോഴേ ടവറിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് നിൽക്കുവാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഒരുപാട് പേരുണ്ട്. 8 മണി ആവാനായിട്ട് ഇങ്ങനെ കാത്ത് വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് നിൽക്കുവാണ്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപോകും. സംഭവം ഇത്രയേ ഉള്ളൂ. ബെല്ല് റാങ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പപ്പറ്റ് ഷോ ഇല്ല. പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എല്ലാ മണിക്കൂർ കൂടുമ്പോൾ, അതായത് ഓരോ അവർ കൂടുമ്പോഴും ബെല്ല് റാങ് ചെയ്യും. അതായത് അവിടെ ഒരു ഏഞ്ചൽ ഉണ്ട്. ആ ഏഞ്ചൽ വന്നിട്ട് ബെല്ല് റാങ് ചെയ്യും. പക്ഷേ ഈ പപ്പറ്റ് ഷോ 12 മണിക്കും 7 മണിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ലക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ 7 മണിക്കുള്ളത് എനിക്ക് പിന്നെ കാണാൻ പറ്റിയത്. ഈ 2 ടൈം മാത്രമേ ഈ പപ്പറ്റ് ഷോ ഉള്ളൂ. സർക്കിൾ ഓഫ് ലൈഫ് എന്നാട്ടോ ഈ ഒരു പപ്പറ്റ് ഷോനെ പറയുന്നത്. അപ്പം ഒരു ദിവസം രണ്ട് ടൈമേ അത് ഉണ്ടാവുള്ളൂ, 12 മണിക്കും 7 മണിക്കും. അപ്പോൾ ഇതറിയാണ്ടാണ് ഞാൻ അവിടം വരെ പോയിട്ട് തിരിച്ചൊക്കെ വന്നത്. സോ എന്തായാലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് കുറച്ച് അപ്പുറത്താണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. സോ അങ്ങോട്ടേക്ക് പോയി ആ കാണുന്ന 310 ഉണ്ടോ, അതാണ് നമുക്ക് കയറാനുള്ള ബസ്. സോ നമുക്കിനി 8 സ്റ്റോപ്പ് ഉണ്ട്. സോ അതുവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു.
അങ്ങനെ ദീർഘനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നു. ഇതിനിടയ്ക്ക് ഒരു ബസ് ഡിലേ വന്ന് ക്യാൻസലായി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ഞാൻ ഇവിടെ പോസ്റ്റായിരുന്നു. അങ്ങനെ ബസ് വന്നു, ബസ്സിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നല്ല മഴയും കൂടെ അങ്ങ് പെയ്തു തുടങ്ങി. പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ഇത് ബസ്സിലിങ്ങനെ മഴയൊക്കെ പെയ്ത് പോകാൻ നല്ല രസമാണ്. സോ അതൊക്കെ ഇങ്ങനെ ഇതാക്കി എൻജോയ് ചെയ്ത് ഞാനിങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് അത്യാവശ്യം കറങ്ങിപ്പോകുന്ന ബസ്സാട്ടോ. വേറെ റൂട്ടൊക്കെ പോയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഞാൻ ലൊക്കേഷൻ ഓണാക്കി വെക്കുന്നു, ഈ ബസ് വേറെ എങ്ങോട്ടോ പോകും. ഞാൻ വെച്ച് പണി പാളിയോ പടച്ചോനെയോ എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. കാരണം പുറത്ത് നല്ല മഴയുണ്ട്. പക്ഷേ പിന്നെ കുറേ എങ്ങോട്ടൊക്കെയോ പോയിട്ട് ലാസ്റ്റ് പിന്നെ കറക്റ്റ് റൂട്ട് തന്നെ വന്നു കേട്ടോ. അപ്പം പിന്നെ എനിക്ക് സമാധാനമായി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ തിരിച്ച് ടെക്നിക്കലിലെത്തി നേരെ റൂമിലേക്ക് പോയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അന്നത്തെ ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേയിലത്തെ കാര്യങ്ങൾ നോക്കാം. ഇത് ആക്ച്വലി ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. ഫ്രൈഡേ എടുത്തിട്ടുണ്ടായിരുന്നതാണിത്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ സ്കൈക്കൊക്കെ കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗി. അപ്പം ഞാനിങ്ങനെ ടൈം ലാപ്സിൽ എടുത്താൽ കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അന്നങ്ങനെ ഈവനിങ് വരെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നടക്കാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈവനിങ് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ടെക്നിക്കലി ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു സംഭവം ഞങ്ങൾ കണ്ടത്. അതായത് ഇവിടെ എന്തോ ഫെസ്റ്റാണോ അതെന്തെങ്കിലും പ്രോഗ്രാമോ എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇവർ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ എന്താ പറയുക ടെൻറ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കുറേ കുഞ്ഞു കുഞ്ഞു അവരുടെ തന്നെ ജോർജിയയിലെ തന്നെ കുറേ സാധനങ്ങൾ, പിന്നെ അവർ കുറേ സ്വീറ്റ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നാട്ടിലൊരു ഫെസ്റ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെയാണ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നല്ല അത്യാവശ്യം നല്ല തണുപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഭയങ്കര കാറ്റാണ്, തണുത്ത കാറ്റാട്ടോ. അപ്പോൾ പിന്നെ മഴയും എല്ലാം കൂടെ ഭയങ്കര തണുത്ത ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരിങ്ങനെ ചൂട് ഫുഡൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനതൊക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവർ കുറേ ഹണി, തേൻ, അതുപോലെ ഇവിടുത്തെ ജോർജിയയിലെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു, നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം സ്റ്റാളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവർ ഫുഡ് കഴിക്കാനും കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ടെൻ്റാട്ടോ. അപ്പം അതിനകത്ത് ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. തൊട്ടപ്പുറത്ത് തന്നെ ഇങ്ങനെ ഫുഡ് ലൈവായിട്ട് തന്നെ അവർ റെഡിയാക്കിയിട്ട് അങ്ങനെ സെല്ല് ചെയ്യുന്ന കേട്ടോ. ഇങ്ങനെ കുറേ മീറ്റ്സും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട്. ഇവിടെ മെയിനായിട്ട് കണ്ട സംഭവമേ ഇതാണ്. ഇങ്ങനെ മീറ്റ് സ്റ്റിക്കിൽ ഇതാക്കിയിട്ട് ചാർക്കോളിൽ ബാർബിക്യൂ പോലെ ഇങ്ങനെ ഗ്രില്ല് ചെയ്തൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് മീറ്റാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് പോർക്കാണോ ചിക്കനാണോ ബീഫാണോ ഏതാണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത് മിക്ക ഇതിലും അതുണ്ടായിരുന്നു, എല്ലായിടത്തും അതുണ്ടായിരുന്നു.
Vina. Vinari. Daj, posmaruj. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം ഇതൊക്കെ കണ്ട് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ നമ്മൾ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഈ ജോർജിയയിലെ തന്നെ അവിടുത്തെ അവരുടെ എന്തൊക്കെയോ കുറേ സാധനങ്ങളും പിന്നെ ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വീറ്റ് ഐറ്റംസൊക്കെ അവർ കുറേ അവിടെ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് നേരത്തെ പറഞ്ഞ പോലെ മീറ്റ് അങ്ങനത്തെ ഫുഡൊക്കെ അവർ റെഡിയാക്കി കൊടുക്കും. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഫുള്ള് തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം നടന്നു. പിന്നെ ഇത് ഗ്രേപ്സ്, പിന്നെ എന്തൊക്കെയൊക്കെയോ നമുക്ക് കണ്ടാൽ മനസ്സിലാവാത്ത എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം നിന്നിട്ട് നമുക്കവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും തണുപ്പുള്ളത് കൊണ്ട് ചൂടോടെ തന്നെ ഒരു ചായ കുടിക്കാനായിട്ട് നമുക്കിവിടെ ഒരു മലയാളി ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ തണുപ്പത്ത് നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു. പിന്നെ ഭയങ്കര കാറ്റായിരുന്നു. നമ്മൾ ശരിക്കും ചുഴലിക്കാറ്റാണ്, അത്രയും കാറ്റുണ്ടായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ തൊട്ടപ്പുറത്ത് ഒരു പാർക്കുണ്ട്, സോ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു.
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഭയങ്കര കാറ്റെന്നുള്ളത്. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്കും ഈ ടെൻ്റൊക്കെ പറന്നുപോയി. ടെൻ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാറ്റത്ത് ടെൻ്റൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. അത്രയും കാറ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതുവഴി കൂടെ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ സ്ഥിരം പോകുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സോ അങ്ങോട്ടാണ് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ 2 ലേസും അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കാനായിട്ടോ വന്നു. കോള അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തിട്ട് ബില്ല് ചെയ്ത് പുറത്തിറങ്ങി. പിന്നെ നമ്മളിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇങ്ങനെ സംസാരിച്ച് ഇതൊക്കെ കഴിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേക്കും മഴയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് നേരം മഴയും കണ്ട് അവിടെ ഇരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ. അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണല്ലേ. അപ്പം ഞാൻ പറയില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീക്കിലുള്ളതൊക്കെ മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.